എന്താ പരിപാടി? ഞാനിന്ന് എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിടേ. ചിക്കൻ പപ്പാസ്. അത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, ചുമ്മാ തേടി വന്നതാ. ഇന്ന് മറ്റേ ബാദുഷ ഐഷുക്കുട്ടിയും വരുന്നില്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഓ, ബാദുഷേട്ടനും വരുന്നുണ്ടോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്താ നിന്റെ ചിക്കൻ മപ്പാസ് എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് ആണെന്ന് പറയാം. ആദ്യം ഉണ്ടാക്കിയപ്പോ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ഇത് കുളമാവുന്നേ. പക്ഷെ ഉത്തോണ്ട് ഇത്ര ഇഷ്ടമായെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കോൺഫിഡൻസ് വന്നത്. അല്ല, ഞാൻ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് ഭയങ്കര സന്തോഷം. ഐഷക്കുട്ടി എനിക്കിന്ന് ഞെട്ടിക്കണം. അന്ന് നമുക്ക് അച്ചാറുണ്ടാക്കി തോന്നുന്നു നമ്മളെ ഞെട്ടിച്ചതല്ലേ? തീർച്ചയായിട്ടും ഞെട്ടും. ചേട്ടത്തി, പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്ത് വാർത്ത? നമ്മുടെ രാജ്യം ഇപ്പൊ സാമ്പത്തിക മാന്ദ്യത്തിലാണ്. അതിന് അത് കേട്ടപ്പോ ചേട്ടത്തിക്ക് ഒരു മൂഡ് ഓഫ് ആയാലോ തോന്നില്ലേ? മൂഡ് ഓഫ് ആയ പോലെ തോന്നില്ലെന്ന്? എന്തിനു? സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യമൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നതല്ലേ. പിന്നല്ലാതെ. എന്നാലും മനസ്സിനൊരു വിഷം പോലെ ഒന്നില്ല ചേട്ടത്തി. അതുകൊണ്ട് ഇനി ചിക്കൻ മപ്പാസ് ഒന്നും ഉണ്ടാക്കണ്ട. എന്തൊക്കെയാ ചേട്ടാ ഇവൻ പറയുന്നേ? എടാ, എന്താന്നൊക്കെടാ പറയണ? മനുഷ്യനായ കുറച്ച് ബുദ്ധികളും കണ്ടടാ. നാത്തു ധൈര്യമായിട്ട് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കും നാത്തു. അല്ല, നിനക്ക് അന്ന് അവള് ഉണ്ടാക്കിയ മപ്പാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ടില്ലേന്നോ? അടിപൊളിയല്ലായിരുന്നോ? ബാദുഷ സാറും ഐസി ചേച്ചി ഇനി എല്ലാ ആഴ്ച ഇവിടെ വരും ചിക്കൻ മപ്പാസ് കഴിക്കാൻ. ഇവളെന്തോന്ന് ചേട്ടാ ഈ പറയുന്നേ? എന്തോന്നീ പറയണേ? അവള് പറയണ എന്താ കുഴപ്പം? അത് തന്നെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നാണ്. നീ സമാധാനമായിട്ട് നല്ല രുചികരമായ മപ്പാസ് ഉണ്ടാക്കുക. പറയണ്ടേ? ചിക്കൻ മപ്പാസ്. ചിക്കൻ മപ്പാസ് റെസിപ്പി എനിക്കറിയാം. അറിയാം. അല്ല ചേട്ടാ, നേരത്തെ അവിടെ വെച്ച് എന്താ പറഞ്ഞത്? അത് റെഡിയാക്കുന്ന കാര്യം. ആ ശരി, അറിയാലോ അല്ലേ റെസിപ്പി? അല്ല, ഞാൻ പറഞ്ഞു. നീ എന്തുണ്ട് കാല് മാറിയത്? എനിക്ക് കാല് മാറാൻ തോന്നി. കാല് മാറി എന്നെ പിടിച്ച് തൊടുന്ന എന്തിനോ? പട്ടാപ്പകല് ചതിയല്ലേ? അതിന്റെ പട്ടാപ്പാല് ചാച്ചൂടെ? മുണ്ടടുത്ത് അവന്റെ സാമ്പത്തിക മാന്ദ്യം എന്താ ഇങ്ങനെ ആയിപ്പോയി? എന്റെ പൊന്നിയേട്ട, ഞാൻ ഒരു വർഷം പകച്ചു പോയി. എന്റെ വായിൽ വേറെ ഒന്നും വന്നില്ല. എന്ത് ചൂടാണ്ട കാര്യം എന്തുവാ? ഇല്ലടേ, എല്ലാം എന്റെ തെറ്റ്. ക്ഷമി. നിന്റെ അത് സഹായം ഇല്ലാതെ ഇത് പരിഹരിക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. 10 പൈസ ഉപകാരമില്ലാത്ത കൂടപ്പറപ്പുകൾ. നീ എന്തിനാ കാലും? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞതാ. നീ എന്തിനാ കാലും അറിയാ? എടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ സമയത്ത് കാല് മാറാൻ തോന്നി. പിന്നെ കാല് മാറാൻ തോന്നി. നിനക്ക് മാത്രമല്ലേ കാല് മാറാൻ പറ്റുള്ളൂ, എനിക്ക് പറ്റുമോ? ഇത് അതൊന്നുമല്ല, ഇത് വേറെന്തോ ചെറിയ പ്രശ്നമുണ്ട്. സത്യം പറയാല്ലേ ഞാൻ സീനാക്കും. സത്യം പറഞ്ഞാലേ സീനാക്കൊന്ന്. എടാ, അത് ബാദുഷ സാർ വന്നാ ഇവിടെ കുറച്ച് സീനാ, അതുകൊണ്ടാ. അതെന്താ ബാദുഷ വന്ന കുഴപ്പം? എടാ, പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടനും പുള്ളിയും കൂടി ഇരുന്ന് സംസാരിക്കുവേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്റെ കാര്യം വരും. എന്റെ വിഷയം അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കമ്പനിയിൽ അല്ലറ ചില്ലറ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയൊരു നോട്ടപ്പുള്ളിയാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എനിക്കതൊരു ക്ഷീണ. അത് മാത്രമല്ല, എന്റെ മുമ്പിൽ വെച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നീ ഓർത്തോ, നാത്തൂന്റെ ചിക്കൻ മപ്പാസിനേക്കാൾ വലിയ മപ്പാസായിരിക്കും ഞാൻ. എടി, അതിന് നീ എന്തിനാ ചേട്ടത്തെ കൊണ്ട് മപ്പാസ് ഉണ്ടാക്കിപ്പിക്കുന്നതാ ചോദിക്കുന്നേ? അവിടെയല്ലേ എന്റെ ബുദ്ധി. നാത്തു എന്തായാലും ചിക്കൻ മപ്പാസ് വെച്ച് കുളവാക്കും, ഉറപ്പാ. അപ്പം ചേട്ടൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് സാറ് വരാതിരിക്കാൻ നോക്കും. അഥവാ വന്നു എന്ന് നീ വെക്ക്. വന്നാലും നമ്മൾ ആദ്യം സാറിനെ വിളിച്ചിട്ട് മപ്പാസ് കഴിപ്പിക്കും. പിന്നെ മപ്പാസിന്റെ പേരിൽ ഇവിടെ അടിയാവും. എന്റെ കാര്യം മറന്നോളൂ. എടി, നീ എന്നെക്കാട്ടി വലിയ വിഷ കേട്ടോ, പാവം എന്റെ ചേട്ടത്തി. എന്ത് ചെയ്യാനാടാ, എന്റെ അവസ്ഥ അതായി പോയത് കൊണ്ടല്ലേ. പിന്നെ അത് മാത്രമല്ല, നാത്തു 2-3 സത്യം അറിയുന്നല്ലേ ഉള്ളൂ. ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതിനെ കൂട്ടിക്കാൻ എന്റെ എത്തിക്സ് അനുവദിക്കുമെന്ന് എനിക്കറിയത്തില്ല. പൈസ തന്നാ നിന്റെ എത്തിക്സ് അനുവദിക്കോ? പൈസ എത്തിക്സ് അനുവദിക്കും. എടി, പണത്തിന് മീത പരുന്ന് പറക്കൂലെന്നല്ലേ കിളി? ഓ, തനിക്കിപ്പോ എവിടെ അറിയാം ഇതൊക്കെ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാ ദീപസ്തംഭം മഹാചര്യം. ദീപസ്തംഭം മഹാചര്യം. നമുക്കും കിട്ടും വേണം, അത്രേ ഉള്ളൂ. മഹാചര്യമല്ല, മഹാശ്ചര്യം. മഹാശ്ചര്യം. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എനിക്കറിയത്തില്ല. പണം മാത്രം കേട്ടു. പണം കിട്ടിയാൽ നമ്മളെന്ത് ചെയ്യും? നീ ഇതാരോട് പറയാൻ നിൽക്കണം. ഞാൻ അടുത്ത് പറയുന്നില്ല. നീ പൈസ ഞാൻ നിന്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ചേട്ടത്തിലൂടെ അല്ലെങ്കിൽ ചേട്ടനോട് അമ്മ, എന്താടാ? അമ്മ നല്ല സൂപ്പർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. അമ്മ, എന്തോന്ന് ഐഡിയ? അമ്മയ്ക്ക് വായി വെക്കാൻ കൊള്ളാന്നുള്ള രീതിയിൽ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാറിയാമോ? എടാ ചക്ക, ഞാൻ ഉണ്ടാക്കുന്ന ഒക്കെ വായി വെക്കാൻ കൊള്ളാന്നുള്ള തന്നെ ഉണ്ടാക്കാം. അയ്യോ, അത് സമ്മതിച്ച്. ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ അറിയാമോ? അറിയാമെങ്കിലേ നമുക്ക് നൈസായിട്ട് സൈഡിൽ കൂടെ അവൾ അറിയാതെ മപ്പിന് മപ്പാസ് ഉണ്ടാക്കണം. എന്നിട്ട് അവളുടെ കണ്ണ് തെറ്റുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം. എടാ ആശേ, അവർക്ക് വിളമ്പുന്നതിന് മുന്നേ ഇത് വായി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ അവള് ഉണ്ടാക്കുന്ന വൃത്തികെട്ട ടേസ്റ്റ് ഇല്ലെന്ന് അറിയുമ്പോ മനസ്സിലാവത്തില്ലേ? അവള് പറയാനൊന്നും പോകണമെന്നില്ല, ടേസ്റ്റ് ചെയ്യാനൊന്നും പോകണമെന്നില്ല. ഈ ചിക്കൻ്റെ വലിച്ചു വാരി അത് പേടിക്കേണ്ടത്. അമ്മ ചിക്കൻ മപ്പാസ് ഉണ്ടാക്കി തരാന്ന് പറയണം. അമ്മ, അവൾ അടുക്കളയിൽ ഇറങ്ങാൻ കിടക്കുന്നിടത്ത് ഞാൻ എങ്ങനെ കയറി ഉണ്ടാക്കും?
നമുക്ക് വെളിയിലെങ്ങാനും ഒരു അടുപ്പ് കൂട്ടാ അല്ലെങ്കിൽ മുള്ളിനും കേട്ടില്ലാത്ത പറമ്പിൽ ഒന്ന് പോ ചെക്ക, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പറമ്പിൽ വെച്ചു അമ്മ മപ്പാസ് ഉണ്ടാക്കി തരാന്ന് പറയണോ? പറ്റത്തില്ല. എങ്ങോട്ട് പോകുന്നു അമ്മയും മോനും കൂടെ? ഇല്ല, ഞങ്ങളെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോവായിരുന്നു. നിനക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലടാ. അച്ഛമ്മ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ആശ താണ്ട ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാൻ പോണെന്ന്. നടക്കുന്നു ആ കൊച്ചിന് എന്തിന്റെ കേടാണ്? എനിക്ക് വേറെ കറി കിട്ടണം. അച്ഛമ്മ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, വെട്ടി തുറന്ന് പറയണം അവളുടെ ചിക്കൻ മപ്പാസ് കൊള്ളൂല്ലെന്ന്. പറയോ? എനിക്കൊന്നും വയ്യ. വയസ്സുകാലത്ത് എനിക്കാരുടെ പിരാ കേൾക്കാൻ വയ്യ. അയ്യടാ, അപ്പൊ ഇത്രയും കാലം അമ്മ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു നടന്നത്. വായിക്ക് വരുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞു നടന്നിരുന്ന ആളാ ഇപ്പം. അത് എന്നെ കൊണ്ട് വെറുതെ പാടിക്കരുത്. വിടണം. അന്ന് അച്ഛമ്മ പയ്യെ അടുക്കളയിലോട്ട് ചെന്നിട്ട് ആശയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ മതി. പറ്റുമോ? ആലോചിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കണം. അമ്മ ഇങ്ങ ഒരു കാര്യം പറ. എനിക്ക് പറ്റത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് വേറെ പണിയുണ്ട്. നീ വേറെ ആളെ നോക്ക്. അമ്മ എന്തുവാടാ? ഈ ഭാഗത്തായിട്ട് അടുപ്പ് കൂട്ടിയാൽ സൂപ്പർ ആയിരിക്കില്ലേ? പിന്നെ സൂപ്പർ. എടാ പറഞ്ഞില്ലേ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട്? എന്തോന്നമ്മ? ആ നിമിത്തം പോലെ 3 കല്ലും നാണ്ട ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ദൈവം പറയാണ് അടുപ്പ് കൂട്ടാൻ. പിന്നെ ദൈവത്തിന് ഇവിടെ ആൾക്കാർ മപ്പാസ് ഉണ്ടാക്കുന്നത് നോക്കിയിരിപ്പല്ലേ പണി. അത് ശരിയാണ്. അങ്ങനെ ഒരു ദൈവത്തിന് അറിയായിരുന്നെങ്കിൽ ആശയുടെ മപ്പാസ് ഇങ്ങനെ ആവൂലായിരുന്നല്ല. എടാ ഇവിടെ വെച്ച് കുക്ക് ചെയ്താലേ ആൾക്കാർ കാണത്തില്ലേ? ചെടിയുടെ മറവ് ഇതാണ്. ഇതൊക്കെ നിൽക്കുകയല്ലേ, ഇതൊക്കെ മതി. എടാ പുക വരുമ്പോ അവർക്ക് മനസ്സിലാകത്തില്ല. എന്തൊന്നും മത്തിയില്ലാതെ പുക ഉണ്ടാവൂ. ഇതെന്ത് പരിപാടി രണ്ടുപേരും കൂടെ? അതെ, നിന്റെ മപ്പാസ് കൊള്ളായിരിക്കും ഞാൻ അമ്മയുടെ പറയരുത്. പിന്നെ കഴിഞ്ഞ ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ നല്ല ഇവിടെ അമ്മ കണ്ട അലക്കാൻ വേണ്ടി വന്നത്. ഇവിടെ കല്ലൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു. അത് അതിഥികൾ വരുന്നതിന് മുമ്പേ ഇതുപോലെ കല്ലടിക്കി വെച്ചിരുന്നാല് നല്ലതാണെന്ന് രാകേഷ് ജോസിയം പറഞ്ഞിരുന്നെന്ന് പോലും അമ്മ പറയണം. ഉള്ളതാ അന്ന് വിളിച്ചപ്പോ. എനിക്ക് ഈ രാകേഷ് ജോൾസിനെ ഒന്ന് കാണണമല്ലോ. ഇതിന്റെയൊക്കെ ഗുട്ടൻസ് എന്താണെന്ന് അറിയണ്ടേ? എന്തൊക്കെയാ വിശ്വാസം, ഓരോരോ വിശ്വാസങ്ങള്. ഞാനേ ഈ ടയർ പത്തിരിയും കൂടെ ഉണ്ടാക്കിയാലോന്ന് ആലോചിക്കാം. അവര് വരുമ്പോഴേക്കേ ടയർ പത്തിരി. ആ ടയർ പത്തിരി വേണ്ടേ? ഞാൻ തീരുമാനിച്ചിട്ടില്ല. നേരെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാം. മിക്കവാറും അമ്മ ടയർ പത്തിരിയും കൂടെ ഉണ്ടാക്കേണ്ടി വരും. ചക്ക എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അവന്റെ ഒരു മപ്പാസും ഒരു പുതിയ ടയർ പത്തിരി. ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ലൊക്കേഷൻ നമുക്ക് മാറ്റാം. ഇവിടെ ആൾക്കാർ കാണും. പിന്നെ എന്താ പരിപാടി? ഇവിടെ ഞാൻ ഒരു കിടില ഐഡിയ കണ്ടുപിടിച്ചു. ആണോ? അമ്മയെ കൊണ്ട് പുതിയ മപ്പാസ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആശയുടെ മപ്പാസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബാദുഷയ്ക്ക് അത് കൊടുക്കും. നമ്മള് കൂട്ടേടിയിൽ നിന്നും നാണക്കേടിയിൽ നിന്നും രക്ഷപ്പെടും. അടിപൊളി, സൂപ്പർ ഐഡിയ. പെട്ടെന്ന് 2 കല്ലും കൂട്ടി എടുത്തോളാം. അമ്മ അമ്മ നീ എടുക്കണ്ട, ഞാൻ കൊണ്ടുതരാം. അത് കൊണ്ടുവന്നോളൂ. പിന്നെ ഓടി ഉണ്ടാക്കാം. എടാ ഇനി ഇതെങ്ങനെ കുളവാക്കും? ചേട്ടന്റെ മപ്പാസ് എങ്ങനെ കുളവാക്കും? എടി ചേട്ടത്തി ഉണ്ടാക്കുന്ന മപ്പാസ് 2 സ്പൂൺ എടുത്ത് ഇതിനകത്ത് ഒഴിച്ചാ പോരെ? എടാ ഭയങ്കര, നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ എന്ത് ഇത് കൊണ്ട് കൊടുക്കണ്ടേ? അതൊന്നും കൊണ്ടുകൊടുക്കും. നീ വാ.